Hi. Lames problem, അതായത് thick cylinder പ്രോബ്ലത്തിൻ്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ thick cylinder of inner radius 8 cm and outer radius 12 cm is subjected to an external pressure of minus 0.09 megapascals. Internal pressure is atmospheric. Determine A. Radial and tangential stress distribution across the thickness. B. Axial component of stress if the ends are fixed. Assume nu equal to 0.3. C. Maximum shear stress. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഇൻറ്റേർണൽ റേഡിയസ് എ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് 80 മില്ലിമീറ്റേഴ്സിന് എഴുതുന്നു. കാരണം പി ബി ഇവിടെ -0.09 മെഗാ പാസ്കൽസ് എന്നുള്ള ടൈമിലാണ് അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ മില്ലിമീറ്റർ സ്ക്വയർ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം മില്ലിമീറ്ററിലോട്ട് മാറ്റുന്നതാണ് എളുപ്പം. അപ്പോൾ എ ഈക്വൽ ടു 80 മില്ലിമീറ്റർ, ബി ഈക്വൽ ടു 120 മില്ലിമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വന്നാൽ മെക്കാനിക്സിൽ നമ്മളത് 0 ആയിട്ട് എടുക്കും. എന്നാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം മെറ്റീരിയൽസിലൊന്നും സ്ട്രെസ് ഉണ്ടാവുന്നില്ല. പി ബി ഈക്വൽ ടു -0.09 മെഗാ പാസ്കൽസ്. അപ്പോൾ പ്രഷർ നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ്. പ്രഷർ നെഗറ്റീവാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് വാക്വം പ്രഷറാണ്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെയാണത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പ്രഷർ എന്ന് വെച്ചാൽ പി ബി -0.09 മെഗാ പാസ്കൽ ആയതുകൊണ്ട് തന്നെ അത് വാക്വം പ്രഷറാണ്, നെഗറ്റീവ് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് എയും 2Cയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എ ഈക്വൽ ടു പി ബി മൈനസ് പി എ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുകൊണ്ട് യൂണിറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പി ബിയും പി എയും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ്, ബാക്കി എയും ബിയും ഒക്കെ മില്ലിമീറ്റേഴ്സിലാണ്. അപ്പോൾ ഫൈനലി നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി ബി -0.09 പി എ 0യും എ 80 ബി 120 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ എ വിൽ ബി ഈക്വൽ ടു -1036.8 ന്യൂട്ടൺ എന്ന് കിട്ടും. അതുപോലെ 2C നമുക്കിതാണ് അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം 2C വീണ്ടും നമ്മൾ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 0.162 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം എയുടെയും 2Cയുടെയും വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതിന് സിഗ്മ RR സിഗ്മ തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സിഗ്മ RR എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി +A/r² എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ എയുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ -1036.8 r² +0.162 +2C എന്നുള്ളത്. സിഗ്മ തീറ്റയിൽ -A/r² എന്നാണ്, പക്ഷേ എയുടെ വാല്യൂ നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും. +1036.8 r² +0.162. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വരെ നിങ്ങൾ ചെയ്താൽ മതി. അതായത് സ്ട്രെസ്സിൻ്റെ ആറിൻ്റെയോ തീറ്റയുടെയോ ടേംസിലുള്ള സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻസ് എഴുതി വെക്കണം. അപ്പോൾ ഏത് റേഡിയസിലുള്ള സ്ട്രെസ്സാണോ കണ്ടുപിടിക്കേണ്ടത് ആ റേഡിയസിൻ്റെ വാല്യൂ ഇത് ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആ കറസ്പോണ്ടിങ് പോയിന്റിൽ സിഗ്മ RRഉം സിഗ്മ തീറ്റയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില കേസസിൽ ഇത് വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് അടുത്ത ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സിഗ്മ RR ഈക്വൽ ടു -103. ഒന്നുമില്ല, എയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2Cയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ വാല്യൂ നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഇവിടുത്തെ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ്. ശരിക്കും നമ്മൾ ഡെറൈവ് ചെയ്ത ഇക്വേഷനിൽ സിഗ്മ തീറ്റയ്ക്കാണ് മൈനസ് വരുന്നത്, സിഗ്മ RR പോസിറ്റീവാണ് വരുന്നത്. പക്ഷേ എയുടെ വാല്യൂ നെഗറ്റീവ് വന്നുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നു. ഇനി ഇത് വരയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ. സിഗ്മ RR ഈക്വൽ ടു A/r² +2C, സിഗ്മ തീറ്റ ഈക്വൽ ടു -A/r² +2C. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സംഭവിച്ചതിന് എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാൻ സിഗ്മ RRനായിരിക്കും ഇവിടെ മൈനസ് ടേം വരുന്നത്, നെഗറ്റീവ് ടേം വരുന്നത്. A/r² സ്ഥാനത്ത് ഒരു നെഗറ്റീവ് ടേം വരും. ഇവിടെ അതുപോലെ പോസിറ്റീവ് എ നെഗറ്റീവ് ആണെങ്കിൽ ഈ നെഗറ്റീവ് ചേർന്ന് ഇവിടെ ഒരു പോസിറ്റീവ് ടേം കിട്ടും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എയും 2Cയും എന്നുള്ളത് തൽക്കാലത്തേക്ക് ഞാൻ മറക്കുകയാണ്. ഇവിടെ അതിൻ്റെ രണ്ടിൻ്റെ സ്ഥാനത്ത് 2 കോൺസ്റ്റൻസ് K1ഉം K2ഉം എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ K1/r0 ഒരു സിഗ്മ RR സിഗ്മ തീറ്റ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് K1/r² + K2 എന്നും
മറ്റേത് -k1/r² + k2 എന്നും വരും. ഇതിലേതാണ് k1 പ്ലസ് വരുന്നത്, ഏതാണ് k1 മൈനസ് വരുന്നത് എന്നുള്ളത് എയുടെ വാല്യൂയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. അപ്പോൾ എവിടെയാണോ ഈ പ്ലസ് വരുന്നത് മൈനസ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്ലസ് വരുന്ന ഒരു ടേമാണ്, അതായത് സിഗ്മ തീറ്റ തീറ്റയോ സിഗ്മ ആർ പ്ലസ് വരാം. അങ്ങനെ പ്ലസ് വരുമ്പോൾ ഈ ഒരു സൈൻ ഒന്ന് ഓർക്കുക, പ്ലസ് മൈനസ് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരുന്നു. ഈ ഒരു ഡയഗ്രാം ഒന്ന് ഓർത്ത് വച്ചേക്കുക. പ്ലസ് മൈനസ് വന്നാൽ ഇങ്ങനെ മുകളിലോട്ട് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരികയാണ്. പ്ലസിൻ്റെ രണ്ട് സൈഡേക്കും ഇങ്ങനെയാണ് വരുന്നത്. പ്ലസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്, പ്ലസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു, ഹയർ വാല്യൂ നിന്ന് ലോവർ വാല്യൂലേക്ക് പോകുന്ന പോലെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ ലൈനിൻ്റെ ഘടന നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം പ്ലസ് ആണ് വരുന്നതെങ്കിൽ സിഗ്മ തീറ്റ തീറ്റോ സിഗ്മ ആറോ ഇവിടെ ഞാനിപ്പോൾ വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. അതായത് ഒരു തിക് സിലിണ്ടർ, ഇൻറ്റേർണൽ റേഡിയസ്, എക്സ്റ്റേണൽ റേഡിയസ്. ചിലപ്പോൾ നമ്മൾ സെൻറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കും, ചിലപ്പോൾ നമ്മൾ സെൻറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കും. അപ്പോൾ സിഗ്മ തീറ്റ തീറ്റ സിഗ്മ ആർ ഇതിലേതാണോ പോസിറ്റീവ് വരുന്നത്, ആ പോസിറ്റീവ് വരുന്ന ടേമാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് പോസിറ്റീവിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ, സെൻട്രൽ നിന്ന് താഴേക്ക്, സെൻട്രലാണ് ഹയർ വാല്യൂ വരുന്നത്, എന്നിട്ട് താഴേക്ക് പോകുന്ന പോലെയാണ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് വരയ്ക്കേണ്ടത്. അതുപോലെ ഇതിൽ രണ്ടിൽ ഏതാണോ നെഗറ്റീവ് വരയ്ക്കുന്നത് അത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നെഗറ്റീവ് വരുന്ന ടേം, നെഗറ്റീവ് വരുന്ന സിഗ്മ തീറ്റ തീറ്റോ സിഗ്മ ആറോ നെഗറ്റീവ്, k1 നെഗറ്റീവ് വരാം. നെഗറ്റീവ് വന്നാൽ അത് ഈ സൈഡിലാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, റൈറ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മളെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു പോയാൽ സിഗ്മ ആറിൻ്റെ നമ്മളെ ഇക്വേഷൻസ് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 80-യും 120-യും, അതായത് എക്സ്റ്റേണൽ റേഡിയസും ഇൻറ്റേർണൽ റേഡിയസിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ ആർ ഇൻറ്റേർണൽ റേഡിയസിൽ 0 കിട്ടും, എക്സ്റ്റേണൽ റേഡിയസിൽ 0.09 കിട്ടും. സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റേർണൽ റേഡിയസിൽ 0.324ഉം എക്സ്റ്റേണൽ റേഡിയസിൽ 0.234ഉം കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 0യും സിഗ്മ ആറിൻ്റെ രണ്ട് വാല്യൂസ് നോക്കുക. സിഗ്മ ആറിൻ്റെ ഇൻറ്റേർണൽ റേഡിയസിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് അവിടുത്തെ പ്രഷറിൻ്റെ അതേ വാല്യൂ ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയതുകൊണ്ട് 0 എന്ന് എടുത്തിരുന്നു ഇൻറ്റേർണൽ റേഡിയസിൽ. ആ വാല്യൂ തന്നെയാണ് സിഗ്മ ആറിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് എവിടെയോ തെറ്റുണ്ട്. ഇൻറ്റേർണൽ റേഡിയസിലും എക്സ്റ്റേണൽ റേഡിയസിലും പ്രഷറിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് സിഗ്മ ആറിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ എക്സ്റ്റേണൽ റേഡിയസിൽ അവിടെ വാക്വം പ്രഷറാണ് നമ്മളെടുത്തത്. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് പ്രഷറാണെങ്കിൽ നമ്മൾ ഡെറിവേഷനിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് കംപ്രസീവ് സ്ട്രെസ്സായിട്ട് നമ്മൾ ആണ് എടുത്തേക്കുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ -PB എന്നുള്ള രീതിയിലാണ് സിഗ്മ ആർ -PB എന്നുള്ള ടേംസിലാണ് നമ്മൾ ഡെറിവേഷൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രെസ്സ് കംപ്രസീവാണ്. ഇവിടെ പ്രഷർ നെഗറ്റീവാണ്, അതുകൊണ്ട് സ്ട്രെസ്സ് ടെൻസൈലാണ്, പോസിറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ആ രീതിയിൽ, അതായത് പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രെസ്സ് നെഗറ്റീവ് കിട്ടും, കംപ്രസീവ് കിട്ടും. പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രെസ്സ് ടെൻസൈൽ കിട്ടും, പോസിറ്റീവ് കിട്ടും. ആ ഒരു രീതിയിലുള്ള വ്യത്യാസം വെച്ചാൽ വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കണം. പ്രഷറിൻ്റെ വാല്യൂസും സ്ട്രെസ്സിൻ്റെ രണ്ടിടത്തെയും വാല്യൂസും സെയിം ആയിരിക്കണം. റേഡിയൽ സ്ട്രെസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിഗ്മ ആറിൻ്റെ രണ്ട് ഇൻറ്റേർണൽ റേഡിയസിലെയും എക്സ്റ്റേണൽ റേഡിയസിലെയും വാല്യൂവും പ്രഷറിൻ്റെ കറസ്പോണ്ടിങ് അവിടുത്തെ തന്നെ വാല്യൂസും രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ അത് വരയ്ക്കുന്ന രീതി ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം സിഗ്മ തീറ്റ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ തീറ്റയാണ് ഈ ഇക്വേഷനിൽ പോസിറ്റീവ് വരുന്നത്. സിഗ്മ തീറ്റയാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ സിഗ്മ തീറ്റ വരയ്ക്കുമ്പോൾ സിഗ്മ തീറ്റ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരച്ചിരിക്കുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ 0.324 തൊട്ട് 0.234 അകത്ത് 0.234 പുറത്ത്, അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. സിഗ്മ ആർ ഇവിടെ നെഗറ്റീവാണ്, k1 അവിടെ വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ 0യിൽ നിന്ന് 0.09ലേക്ക് കയറുന്ന രീതിയിൽ ഇങ്ങനെയാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പം ഇതൊന്ന് വരയ്ക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇത് വരച്ചുകൂടെ വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇനി
ബി പാർട്ടിലേക്ക് പോവാണ്. വെൻ 2 ends ആർ ഫിക്സ്ഡ്, 2 എൻഡ്സും ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാരണം ഇങ്ങനെ 2 എൻഡ്സും ഒരു സിലിണ്ടറിൻ്റെ 2 എൻഡ്സും ഫിക്സ്ഡ് ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഡിഫോർമേഷൻ ഉണ്ടാവില്ല. ഈ ഡയറക്ഷനിൽ ഡിഫോർമേഷൻ ഉണ്ടാവില്ല. അതായത് സിഗ്മ ഇസഡ് ഇസഡ് എപ്സിലോൺ ഇസഡ് ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനാണ്. അപ്പോൾ വീണ്ടും ഡെറിവേഷനിൽ നമ്മൾ ലെയിംസ് പ്രോബ്ലത്തിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ ഓൾറെഡി ഡെറിവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനിൽ സിഗ്മ ഇസഡ് ഇസഡ് ഈക്വൽ ടു 4 ന്യൂ സി, അതായത് 2 ന്യൂ ഇൻറ്റു 2c. 2cയുടെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി 0.162 ആണെന്ന് അറിയാം. അപ്പം 2 ഇൻറ്റു ന്യൂ 0.3 ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 0.3 ഇൻറ്റു 0.162 ചെയ്യുമ്പോൾ 0.0972 മെഗാ പാസ്കൽ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 97.2 കിലോ പാസ്കൽ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ടൗ ആർ തീറ്റ ഈക്വൽ ടു a/r² എന്നാണ്. അതിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് ആറിൻ്റെ വാല്യൂ മിനിമം ആകുമ്പോഴാണ്. അതായത് ഏറ്റവും അകത്തെ റേഡിയസിൽ, അതായത് ഇൻറ്റേർണൽ റേഡിയസിലാണ് ടൗ മാക്സിമം ആവുന്നത്. a/a², ക്യാപിറ്റൽ a/a². അത് ചെയ്യുമ്പോൾ -1036.8/80² -0.162 മെഗാ പാസ്കൽസ്. ഈ നെഗറ്റീവ് സൈഡ് ഇവിടെ ആൻസറിൽ ഫൈനൽ ആൻസർ ടൗ ഷിയർ സ്ട്രെസ്സിൻ്റെ ആൻസർ എഴുതുമ്പോൾ നെഗറ്റീവ് ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നോ നീഡ് ടു പുട്ട് ദി നെഗറ്റീവ് സൈൻ. ഇനി അടുത്തൊരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണ്. എ തിക് സിലിണ്ടർ ഓഫ് ഇന്റേണൽ ഡയമീറ്റർ 100 mm is subjected to an internal pressure of 50 Newton per millimeter square. If the allowable stress in the material is 150 Newton per millimeter square, find the thickness required. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ഇൻറ്റേർണൽ ഡയമീറ്റർ ബൈ 2 ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ റേഡിയസ് നമുക്കറിയാം. പക്ഷേ എക്സ്റ്റേണൽ റേഡിയസ് നമുക്ക് അറിയത്തില്ല. നമുക്ക് പക്ഷേ ഒരു കാര്യം തന്നിട്ടുണ്ട്, മാക്സിമം അലൗബിൾ സ്ട്രെസ് ഇൻ ദ മെറ്റീരിയൽ ഇസ് 150 Newton per millimeter square. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രെസ് സിഗ്മ ആർ സിഗ്മ തീറ്റയോ 150ൽ കൂടുമ്പോൾ മെറ്റീരിയൽ ഫെയിൽ ആവും. അപ്പോൾ അത് കൂടാൻ പാടില്ല. മാക്സിമം പോസിബിൾ വാല്യൂ 150 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ തിക്നെസ്, ഈ സിലിണ്ടറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പം തിക്നെസ് കണ്ടുപിടിക്കുന്നത് ബി, അതായത് എക്സ്റ്റേണൽ റേഡിയസിൻ്റെ വാല്യൂ എ നമുക്കറിയാം. ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഈക്വൽ ടു എക്സ്റ്റേണൽ റേഡിയസ് മൈനസ് ഇൻറ്റേർണൽ റേഡിയസ് എന്നുള്ള രീതിയിൽ തിക്നെസ് നമുക്ക് കിട്ടും. അപ്പം ബി കണ്ടുപിടിക്കുക, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻറ്റേർണൽ റേഡിയസിലെ പ്രഷർ 50 Newton per millimeter square എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ റേഡിയസിൽ ഒന്നും പറഞ്ഞിട്ടില്ല പ്രഷറിനെ കുറിച്ച്. അതുകൊണ്ട് നമുക്ക് PB ഈക്വൽ ടു 0, അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണെന്ന് എടുക്കുക. എക്സ്റ്റേണൽ റേഡിയസിൽ എയുടെ വാല്യൂ നമുക്കറിയാം, PB ഇതാണ് എക്സ്പ്രഷൻ എന്നറിയാം. അവിടെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഒന്നും ചെയ്യേണ്ട, B² എന്ന് തന്നെ ഇട്ടിരുന്നാൽ മതി, ബി എന്ന് തന്നെ ഇട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ അപ്പോൾ എയുടെ എക്സ്പ്രഷൻ നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ 2cയുടെ എക്സ്പ്രഷനിലും ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ സ്ഥാനത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബി അങ്ങനെ തന്നെ ഇട്ടെന്നാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ആർ ഇങ്ങനെ കിട്ടും. സിഗ്മ ആറിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, സിഗ്മ തീറ്റയുടെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിഗ്മ ആറിൻ്റെ വാല്യൂ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു. സിഗ്മ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ PA PB ഇൻറ്റേർണൽ റേഡിയസിലെയും എക്സ്റ്റേണൽ റേഡിയസിലെയും പ്രഷറിൻ്റെ ഇടയ്ക്ക് മാത്രമേ നിൽക്കുള്ളൂ. PAയും PB ആണ് സിഗ്മ ആറിൻ്റെ രണ്ടറ്റത്തെ വാല്യൂസ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് മാത്രം, ഇവിടെ 50യും 0യും ആണ് PAയുടെയും PBയുടെയും വാല്യൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വാല്യൂ മാത്രമേ സിഗ്മ ആറിന് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും അത് മാക്സിമം വാല്യൂ അല്ല 150ലേക്ക് ഒരിക്കലും പോകില്ല. സിഗ്മ ആർ ഒരു തരത്തിലും ഈ പ്രോബ്ലത്തിൽ 150ലേക്ക് പോകില്ല. അപ്പോൾ സിഗ്മ ആർ എപ്പോഴും സേഫ് ലിമിറ്റിലായിരിക്കും. അപ്പോൾ സിഗ്മ ആർ ഇറ്റ് വിൽ നെവർ ഗോ ടു 150 Newton per millimeter square, ദാറ്റ് ഇസ് ദി മാക്സിമം അലോവബിൾ വാല്യൂ. പക്ഷേ സിഗ്മ തീറ്റ പോകാം. സിഗ്മ തീറ്റ വിൽ ഹാവ് മാക്സിമം വാല്യൂ വെൻ ആർ ഈക്വൽ ടു എ ഈക്വൽ ടു 50 mm. അതായത് സിഗ്മ തീറ്റ വരുമ്പോൾ സിഗ്മ തീറ്റ ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ K1 പോസിറ്റീവ് വരുന്ന സിഗ്മ തീറ്റയ്ക്കാണ്. അപ്പോൾ K1 പോസിറ്റീവ് സിഗ്മ തീറ്റയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് വന്നാൽ ഇൻറ്റേർണൽ റേഡിയസിൽ ഹൈ വാല്യൂയും എക്സ്റ്റേണൽ റേഡിയസിൽ ചെറിയ വാല്യൂയിലേക്ക് പോകും. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഹൈ വാല്യൂ വരുന്നത് ആർ ഈക്വൽ ടു എ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ വാല്യൂ, ഈ മൊത്തത്തിൻ്റെ വാല്യൂ ഇതിൽ വേരിയബിൾ ആയിട്ടുള്ളത്, അതായത് മാറാൻ പറ്റുന്ന വാല്യൂ, ബി ഒക്കെ ഫിക്സ്ഡ് ആണ്. ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ബി ആ വാല്യൂ മാത്രമേ ആവുള്ളൂ, അതിന് മാറ്റമില്ല. ആറ് മാത്രമേ ഇതിനകത്തൊരു വേരിയബിൾ ഉള്ളൂ. അപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ, അതായത് ഡിനോമിനേറ്റ് ഇതിൻ്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ സിഗ്മ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ആറിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കണം. അതായത് ഇൻറ്റേർണൽ റേഡിയസിലാണ് സിഗ്മ തീറ്റയുടെ വാല്യൂ മാക്സിമം ആകുന്നത്.
ഇൻറ്റേർണൽ റേഡിയസിൽ 50 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ തീറ്റ ഇതാണ് വാല്യൂ. അപ്പം സിഗ്മ തീറ്റയുടെ വാല്യൂ 150 വരികയാണെങ്കിൽ അത് വരാൻ മാക്സിമം വാല്യൂ 150 വരുന്നത് റേഡിയസ് 50 ആകുമ്പോഴേ പാടുള്ളൂ. അപ്പോൾ 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ 150 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ അവസാനം വളരെ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇതാണ്. B = 70.71 millimeter എന്ന് കിട്ടും. B 70.71 millimeter ആണെങ്കിൽ തിക്നെസ് = B - A, ദാറ്റ് ഈസ് ഈക്വൽ ടു 20.71 millimeter എന്ന് കിട്ടും. അതാണ് എൻ്റെ ഫൈനൽ ആൻസർ. ഇത് ചെയ്ത് പഠിക്കുക. ഈ പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ട് നാളെ അടുത്ത ക്ലാസ്സിൽ അസൈൻമെൻറ്റ്സ് തരുന്നതാണ്. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലംസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.